കായത്തിൻ്റെയും ഉലുവയുടെയും എള്ളെണ്ണയുടെയും ഒക്കെ ഇടയിൽ കിടക്കുന്ന സ്മരണകളുടെ ചെറു ചുരുളുകളാണ് അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു കഷ്ണം തൊട്ടിട്ടുണ്ടെങ്കിൽ ആ ബാല്യകാലത്തിലത്തെ സ്മരണകളൊക്കെ ഓർമ്മ വരും. കട്ടെടുത്ത അച്ചാർ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ടെന്നേ. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഇത്ത എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ ഇത്രയും അധികം അച്ചാറുകൾ. ഇതുവരെ ഞാൻ രുചിച്ചു പോലും നോക്കാത്ത ഒരുപാട് രുചികൾ ഇതാ കൂട്ടിയിണക്കി ഈ ചെപ്പിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഇത്ത നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിട്ട് അതിൻ്റെ രുചിയും മണവും ഒക്കെ നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാവാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ. ഈ കൊതിപ്പിക്കൽ പരിപാടി പണ്ട് തൊട്ടേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ ലെമൺ ഡേറ്റ്സ് അച്ചാറാണ്. ചെറിയൊരു മധുരവും നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ട് അച്ചാറിൻ്റെ രുചി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മുടെ മീനച്ചാറാണ് കേട്ടോ. ശ്രീകുട്ടൻ്റെ രസമുകുളങ്ങൾ ഇതിനെ പകുതിയാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വറുത്തിട്ടിട്ടുള്ള കാരണം കൊണ്ടാണ് തോന്നുന്നു ഇത്രയും രുചി കിട്ടുമോ. നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സാധാരണ നാരങ്ങ അച്ചാർ. നമ്മളിപ്പോൾ ആരെങ്കിലും ഗൾഫിൽ പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഓർഡർ വരെ നിങ്ങൾക്ക് റെഡിയാക്കി വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറികളൊന്നും വേണ്ട. ഇത് പിന്നെ ബീഫ് അച്ചാറാണ് കേട്ടോ. ഇതും നന്നായിട്ട് വറുത്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അത് കാരണം കടിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ക്രിസ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ സോയാച്ചങ്ക അച്ചാറാണ് കേട്ടോ. ഇത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പറയേയില്ല സോയാ ചങ്ക്സ് ആണ് എന്നുള്ളത്. വേറെ എന്തൊക്കെയോ മീറ്റിൻ്റെയും ഫിഷിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നുണ്ടായിരുന്നത്. പിന്നെ നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറ്, പിന്നെ ഈ ഒരു പഴുത്ത മാങ്ങാച്ചാർ ഇട്ടത് അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ലൊരു പുളിയും അതോടൊപ്പം തന്നെ എക്സ്ട്രാ ഒരു മധുരവും കൂടെ വന്നിട്ടേ എനിക്ക് ഒന്നാമത്തേൽ ഈ വക സ്പെഷ്യൽ ഐറ്റംസിനോട് കുറച്ച് ഇഷ്ടക്കൂടുതലുള്ള കാരണം കൊണ്ട് അത് ട്രൈ ചെയ്യാനുള്ള താല്പര്യം കാരണം കൊണ്ടാണ് ഇതൊക്കെ അങ്ങോട്ട്. ഉമ്മാൻ്റെ കൈക്കൊരു പൊൻവള. എന്റെ ദൈവം അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടാ. ഒരു മാസം ഞാൻ തിന്ന് തീർക്കുന്ന അച്ചാറ് ഇതാ ഒരു മിനിറ്റ് കൊണ്ട് തിന്ന് തീർത്തിട്ടുണ്ട്. ഇത്ര അടിപൊളി. വെറുതെ പറയില്ല, എല്ലാം അടിപൊളിയാ. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറൊക്കെ വീട്ടിലെത്തുട്ടാ. അങ്ങനെ അച്ചാറ് തീറ്റ മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാള വറക്കാൻ പോവാണ്. നല്ല കരിമ്പ് പോലത്തെ ചാള. അതും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ഉണ്ടല്ലോ. ഇത് വൈറലായി കഴിഞ്ഞിട്ട് കുറച്ചധികം നാളായി. പക്ഷേ ഞാനിപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. എണ്ണ ഒഴിക്കുന്നു. നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഒഴിക്കുന്നത് നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ, അതായത് നമ്മൾ സാമ്പാറിലൊക്കെ ഒഴിക്കുന്ന പുളി, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഏത് മീനാണോ വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആ മീൻ വൃത്തിയാക്കി കഴുകി വരഞ്ഞ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നല്ല കരിമ്പ് പോലത്തെ മത്തി കിട്ടിയാറുണ്ട് മത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ മക്കളെ ഇതൊന്നല്ല, ഈ മീനെടുത്ത് മാറ്റിയിട്ട് ഈ എണ്ണയിൽ ചോറിട്ട് കഴിക്കണം. അട്ടാറ് ടേസ്റ്റാണ്. ട്രൈ ചെയ്തോളൂ കേട്ടോ. പൊരിയായിട്ടാണ്.